Good morning all. Next theorem. Local parameterization of plane curves are unique up to reparameterization. അതായത് ഒരു പ്ലെയിൻ കർവിൻ്റെ പാരാമട്രൈസേഷൻ യൂണീക്ക് ആണ് അപ് ടു reparameterization. So by definition of reparameterization, we can express beta as some alpha composition h, where h is a smooth function. അങ്ങനെ ഒരു സ്മൂത്ത് ഫംഗ്ഷൻ എക്സിസ്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, ബീറ്റേനെ ആൽഫയുടെ ഒരു റീപാരാമട്രൈസേഷൻ ആയിട്ട് പറയാനായിട്ട് പറ്റും. പ്രൂഫ്: let C be a oriented plane curve, then there exists a plane unit speed parameterization alpha from I into C, where x of q എന്ന് പറയുന്നത് 1 by norm del f of q, q dou f by dou x2, minus dou f by dou x1. സ്റ്റേറ്റ്മെൻറ്റിൽ നിന്ന് തന്നെ നമുക്ക് നോം എക്സ് ഇസ് ഈക്വൽ ടു എന്താണ് 1 ആണ്. ലെറ്റ് ബീറ്റ ഫ്രം ഐ ടിൽഡ ഇൻറ്റു സി ബി അനദർ ലോക്കൽ പാരാമട്രൈസേഷൻ ഓഫ് സി. സിയുടെ വേറൊരു ലോക്കൽ പാരാമട്രൈസേഷൻ നമ്മൾ ബീറ്റ ഫ്രം ഐ ടിൽഡ ഇൻറ്റു സി എടുക്കുകയാണ്. ദെൻ എക്സ് ഓഫ് ബീറ്റ ഓഫ് ടി എന്ന് പറയുന്നത് ഈസ് എ ബേസിസ് ഫോർ ദ 1 dimensional വെക്റ്റർ സ്പേസ് സി ബീറ്റ ഓഫ് ടി. സി ബീറ്റ ഓഫ് ടിയുടെ ഒരു ബേസിസ് നമുക്ക് എക്സ് ഓഫ് ബീറ്റ ഓഫ് ടി എടുക്കാം. ഓൾസോ നമുക്ക് എന്ത് പറയാം, ബീറ്റ ഡോട്ട് ഓഫ് ടി ബിലോങ്സ് ടു സി ബീറ്റ ഓഫ് ടി ആണെന്ന് പറയാം. സോ ബീറ്റ ഡോട്ട് ഓഫ് ടി ഈസ് ഈക്വൽ ടു സം സ്കേലാർ മൾട്ടിപ്പിൾ ഓഫ് എക്സ് ഓഫ് ബീറ്റ ഓഫ് ടി ആണ്. ഏതൊരു ടാൻജൻറ്റ് വെക്ടറിനെയും നമുക്ക് എക്സ് ഓഫ് ബീറ്റ ഓഫ് ടിയുടെ ഒരു സ്കേലാർ മൾട്ടിപ്പിൾ ആയിട്ട് എഴുതാൻ പറ്റും. ഇവിടെ ടാൻജൻറ്റ് വെക്ടർ എന്ന് നമ്മൾ പറയുന്നത് വെലോസിറ്റി വെക്ടർ തന്നെയാണ്. അപ്പോൾ നമുക്ക് ബീറ്റ ഡോട്ട് ഓഫ് ടീനെ എന്ത് ചെയ്യാൻ പറ്റും, ഒരു സ്കേലാർ മൾട്ടിപ്പിൾ ഓഫ് എക്സ് ഓഫ് ബീറ്റ ഓഫ് ടി എന്ന് എഴുതാൻ പറ്റും. സോ ബീറ്റ ഡോട്ട് ഓഫ് ടി ഈസ് ഈക്വൽ ടു സം കെ ഇൻറ്റു എക്സ് ഓഫ് ബീറ്റ ഓഫ് ടി, വെർ കെ ഈസ് ഗ്രേറ്റർ ദാൻ 0. രണ്ട് സൈഡിലും നോം എടുക്കാം. അപ്പോൾ നമുക്ക് നോം ബീറ്റ ഡോട്ട് ഓഫ് ടി ഈസ് ഈക്വൽ ടു മോഡ് കെ ഇൻറ്റു നോം എക്സ് ഓഫ് ബീറ്റ ഓഫ് ടി എന്ന് വരും. ഇനി നമുക്കറിയാം നോം എക്സ് ഈസ് ഈക്വൽ ടു 1 ആണ്. സോ നമുക്ക് കെ ഈസ് ഈക്വൽ ടു എന്ത് വരും, നോം ബീറ്റ ഡോട്ട് ഓഫ് ടി എന്ന് വരും. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ ബീറ്റ ഡോട്ട് ഓഫ് ടി ഈസ് ഈക്വൽ ടു നോം ബീറ്റ ഡോട്ട് ഓഫ് ടി എക്സ് ഓഫ് ബീറ്റ ഓഫ് ടി എന്ന് വരും. അന്ന് ഇക്വേഷൻ നമ്പർ 1 ആയിട്ട് വിചാരിക്കാം. ഇനി ക്ലിയർലി ബീറ്റ ഓഫ് ടി ആൻഡ് എക്സ് ഓഫ് ബീറ്റ ഓഫ് ടി ആർ ബോത്ത് കൺസിസ്റ്റൻറ്റ് വിത്ത് ദ ഓറിയൻറ്റേഷൻ എൻ ഓഫ് സി. ലെറ്റ് എച്ച് ഫ്രം ഐ ടിൽഡ ഇൻറ്റു ആർ, വേറൊരു ഫംഗ്ഷൻ എച്ച് ഫ്രം ഐ ടിൽഡ ഇൻറ്റു ആർ കൺസിഡർ ചെയ്യാം. ആൻഡ് സെറ്റ് എച്ച് ഓഫ് ടി ഈസ് ഈക്വൽ ടു ഇൻ്റഗ്രൽ ടി നോട്ട് ടു ടി നോം ബീറ്റ ഡോട്ട് ഓഫ് ടോ ഡി ടോ, where t naught is such that beta of t naught is equal to p and h of t naught is equal to 0. അങ്ങനെയാകുമ്പോൾ എച്ച് ഡാഷ് ഓഫ് ടി എന്ന് പറയുന്നത് എന്താണ്, നോം ബീറ്റ ഡോട്ട് ഓഫ് ടി ആണ്, വിച്ച് ഇംപ്ലൈസ് എച്ച് ഡാഷ് ഈസ് ഗ്രേറ്റർ ദാൻ 0. നോം ബീറ്റ ഡോട്ട് ഓഫ് ടിയുടെ നമുക്ക് കിട്ടിയിട്ടുണ്ട് ഓൾറെഡി. അപ്പോൾ നമുക്ക് നോം ബീറ്റ ഡോട്ട് ഓഫ് ടി എന്ന് പറയുന്നത് ഗ്രേറ്റർ ദാൻ 0 ആണ്. അതിൻ്റെ അർത്ഥം എച്ച് ഡാഷ് ഗ്രേറ്റർ ദാൻ 0 ആണ്. എച്ച് ഡാഷ് ഗ്രേറ്റർ ദാൻ 0 ആണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എച്ച് ഫ്രം ഐ ഇൻറ്റു ആർ എന്ന് പറയുന്നത് ഒരു മൊണോട്ടോണിക്കലി ഇൻക്രീസിങ് സ്മൂത്ത് ഫംഗ്ഷനാണ് നമുക്ക് പറയാം. വേറെ എച്ച് ഓഫ് ടി നോട്ട് എന്ന് പറയുന്നത് എന്താണ്, 0 ആണ്. സോ ബീറ്റ കോമ്പോസിഷൻ എച്ച് ഇൻവേഴ്സ് ഓഫ് എന്ന് പറയുന്ന ഒരു കർവ് നമ്മൾ കൺസിഡർ ചെയ്യാം. കൺസിഡർ ബീറ്റ കോമ്പോസിഷൻ എച്ച് ഇൻവേഴ്സ് ഓഫ് 0 which is equal to beta of h inverse of 0 which is equal to എന്താണ് h inverse of 0 എന്ന് പറയുന്നത്, നമ്മൾക്ക് ഓൾറെഡി അറിയാം h of t naught is equal to 0 ആണ്. സോ നമുക്ക് ബീറ്റ ഓഫ് ടി നോട്ട് എന്ന് വരും, which is equal to p ആണ്. നൗ ബീറ്റ കോമ്പോസിഷൻ h inverse ഡോട്ട് ഓഫ് ടി കണ്ടുപിടിക്കുകയാണ്. ബീറ്റ കോമ്പോസിഷൻ h inverse ഡോട്ട് ഓഫ് ടി ഈസ് ഈക്വൽ ടു ബീറ്റ കോമ്പോസിഷൻ എച്ച് ഇൻവേഴ്സ് ഓഫ് ടി ഇൻറ്റു എച്ച് ഇൻവേഴ്സ് ഓഫ് ടിയുടെ ഡെറിവേറ്റീവ് എടുക്കണം. സപ്പോസ് നമ്മൾ y ഈസ് ഈക്വൽ ടു എഫ് ഇൻവേഴ്സ് ഓഫ് എക്സ് എന്ന് പറയുന്ന ഒരു ഫംഗ്ഷൻ കൺസിഡർ ചെയ്യാൻ നോക്കി. അതായത് എക്സ് ഈസ് ഈക്വൽ ടു എഫ് ഓഫ് വൈ. അതിൻ്റെ ഡെറിവേറ്റീവ് എടുക്കുമ്പോൾ നമുക്ക് എന്ത് കിട്ടും, ഡി എക്സ് ബൈ ഡി എക്സ് ഈസ് ഈക്വൽ ടു എഫ് ഡാഷ് ഓഫ് വൈ ഇൻറ്റു ഡി വൈ ബൈ ഡി എക്സ് എന്ന് കിട്ടും. അതായത് 1 ബൈ എഫ് ഡാഷ് ഓഫ് വൈ ഈസ് ഈക്വൽ ടു ഡി വൈ ബൈ ഡി എക്സ് എന്ന് കിട്ടും. സോ ഡി ബൈ ഡി എക്സ് ഓഫ് എഫ് ഇൻവേഴ്സ് ഓഫ് എക്സ് എന്ന് പറയുന്നത് എന്താണ്, 1 ബൈ എഫ് ഡാഷ് ഓഫ് വൈ ആണ്.
അതിന് നമുക്ക് എങ്ങനെ എഴുതാം? 1/f'(f−(x) എന്ന് എഴുതാം. നമുക്കിവിടെ വേണ്ടത് h−(t)യുടെ ഡെറിവേറ്റീവാണ്. അപ്പോൾ അതിന് നമുക്ക് എങ്ങനെ എഴുതാം? 1/h'(h−(t) എന്ന് എഴുതാം. അത് റീപ്ലേസ് ചെയ്യുമ്പോഴാണ് നമുക്ക് അവിടെ അങ്ങനെ വരുന്നത് β.h−(t) ഡിവൈഡഡ് ബൈ h'(h−(t) എന്ന്. ഇനി നമുക്ക് h' എന്ന് പറയുന്നത് നോം β.t ആണെന്നറിയാം. സോ അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ β.h−(t) ഡിവൈഡഡ് ബൈ നോം β.h−(t) എന്ന് വരും. ഇനി ഇക്വേഷൻ 1 നമുക്കറിയാം β.t എന്ന് പറയുന്നത് എന്താണ്? നോം β.t ഇൻറ്റു എക്സ് ഓഫ് β.t ആണ്. സോ അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ നമുക്ക് എക്സ് ഓഫ് β(h−(t) എന്ന് വരും. So, therefore, beta composition H-inverse is an integral curve of x passing through P ആണ്. ബീറ്റ കോമ്പോസിഷൻ H-inverse എന്ന് പറയുന്നത് എക്സ് എന്ന് പറയുന്ന വെക്റ്റർ ഫീൽഡിൽ കൂടെ പാസ് ചെയ്യുന്ന ഒരു ഇൻ്റഗ്രൽ കർവാണ് പി എന്ന് പറയുന്ന പോയിന്റിൽ. സോ ബൈ യൂണിക്നെസ് ഓഫ് ഇൻ്റഗ്രൽ കർവ്സ് നമുക്ക് എന്ത് പറയാം? ആൻഡ് ബീറ്റ കോമ്പോസിഷൻ H-inverse ഓഫ് ടി ഈസ് ഈക്വൽ ടു എന്താണ്? ആൽഫ ഓഫ് ടി ആണ്. സോ നമുക്ക് എന്ത് പറയാം? ബീറ്റ ഓഫ് H-inverse ഓഫ് ടി ഈസ് ഈക്വൽ ടു ആൽഫ ഓഫ് ടി എന്ന് പറയാം. വിച്ച് ഇംപ്ലൈസ് ബീറ്റ ഓഫ് ടി ഈസ് ഈക്വൽ ടു ആൽഫ ഓഫ് എച്ച് ഓഫ് ടി. അപ്പോൾ നമുക്ക് ബീറ്റനെ ആൽഫ കോമ്പോസിഷൻ എച്ച് ആയിട്ട് എക്സ്പ്രസ് ചെയ്യാൻ പറ്റി. ദാറ്റ് മീൻസ് ബീറ്റ ഈസ് എ റീപാരാമട്രൈസേഷൻ ഓഫ് ആൽഫ. നെക്സ്റ്റ് ഡെഫിനിഷൻ, സർക്കിൾ ഓഫ് കർവേച്ചർ. For C, an arbitrary oriented plane curve and P belongs to C such that K of P not equal to 0, there exists a unique oriented circle O called the circle of curvature C at P, which satisfies the three condition which is tangent to C at P, that is CP is equal to OP, and is oriented consistently with C, that is n of P is equal to n1 of P, where n and n1 are respectively the orientation normals of C and O. And the third condition, whose normal turns at the same rate at P as does the normal to C, that is del V n is equal to del V n1 for all CP is equal to OP. അതിൻ്റെ ഒരു ഫിഗറാണ് നമുക്ക് അവിടെ തന്നിട്ടുള്ളത്. സോ സി എന്ന് പറയുന്ന ഒരു ഓറിയൻറ്റഡ് പ്ലെയിൻ കർവ് ആൻഡ് അതിൻ്റെ കർവേച്ചർ കെ ഓഫ് പി നമുക്ക് നോട്ട് ഈക്വൽ ടു 0 ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. ദെൻ ദർ എക്സിസ്റ്റ് എ സർക്കിൾ O and is called the circle of curvature C at P if it satisfies the three condition. ഫസ്റ്റ് വൺ പറയുന്നത് CP is equal to OP, അതായത് പി എന്ന പോയിന്റ് സർക്കിളിനും കർവിനുമുള്ള ഒരു കോമൺ പോയിന്റ് ആയിരിക്കണം. ആൻഡ് ദ സെക്കൻഡ് കണ്ടീഷൻ പറയുന്നത് വിച്ച് ഈസ് ഓറിയൻറ്റഡ് കൺസിസ്റ്റൻ്റ്ലി വിത്ത് സി, അതായത് സർക്കിൾ ഓഫ് കർവേച്ചർ O സിയുമായിട്ട് കൺസിസ്റ്റൻറ്റ് ഓറിയൻറ്റേഷൻ വേണം അറ്റ് പിയിൽ. അതായത് നമ്മൾ കർവിൻ്റെ ഓറിയൻറ്റേഷൻ എന്നും സർക്കിളിൻ്റെ ഓറിയൻറ്റേഷൻ n1 എന്നും എടുത്തു കഴിഞ്ഞാൽ n ഓഫ് പി എന്ന് പറയുന്നത് എന്തായിരിക്കണം? n1 ഈക്വൽ ടു n1 ഓഫ് പി ആയിരിക്കണം. ഇനി തേർഡ് കണ്ടീഷൻ പറയുന്നത് whose normal turns at the same rate at P as does the normal to C, അതായത് ഈ സർക്കിളിൻ്റെ നോർമലും കർവിൻ്റെ നോർമലും സെയിം റേറ്റിൽ ടേൺ ചെയ്യണം. അതായത് del V n is equal to del V n1 ആയിരിക്കണം. നെക്സ്റ്റ് chapter 11, arc length and line integrals. ഫസ്റ്റ് ഒരു ഡെഫിനേഷനാണ്. ലെറ്റ് ആൽഫ ഫ്രം I into Rn plus 1 be a parameterized curve where I is equal to a comma b. The length of alpha is defined to be the integral of the speed of alpha given by L of alpha is equal to integral a to b norm alpha dot of t dt, where a and b are the endpoints of I. അതായത് ആൽഫയുടെ ലെങ്ത് എന്ന് പറയുന്നത് എന്താണ്? ഇൻ്റഗ്രൽ ഓഫ് ദ സ്പീഡ് ഓഫ് ആൽഫയാണ്. നെക്സ്റ്റ് റിമാർക്ക് നോക്കാം. ഫസ്റ്റ്, ഇഫ് ബീറ്റ ഫ്രം I tilde into Rn plus 1 ഈസ് എ റീപാരാമട്രൈസേഷൻ ഓഫ് ആൽഫ, ദെൻ L ഓഫ് ആൽഫ ഈസ് ഈക്വൽ ടു എന്താണ്? L ഓഫ് ബീറ്റ ആണ്. ബീറ്റ എന്ന് പറയുന്നത് ബീറ്റ ഫ്രം I tilde into Rn plus 1 എന്ന് പറയുന്നത് ആൽഫയുടെ ഒരു റീപാരാമട്രൈസേഷൻ ആണെങ്കിൽ ലെങ്ത് ഓഫ് ആൽഫ ഈസ് ഈക്വൽ ടു ലെങ്ത് ഓഫ് ബീറ്റ ആയിരിക്കുന്നതാണ് നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത്. അപ്പോൾ റീപാരാമട്രൈസേഷൻ്റെ ഡെഫിനേഷൻ വെച്ചിട്ട് നമുക്ക് എന്ത് പറയാം?
If beta is a reparameterization of alpha, then there exists a smooth function h from I tilde into r and h dash of t greater than 0, and beta is equal to alpha composition h ആണ്. Beta from I tilde into rn plus 1 alpha from I into rn plus 1 ആണ്. Beta dot of t കണ്ടുപിടിക്കുക. Beta dot of t is equal to എന്ത് വരും? alpha composition h dot of t, അതായത് alpha dot of h of t into h dash of t എന്ന് വരും. ലെങ്ത് ഓഫ് ബീറ്റ എന്ന് പറയുന്നത് ഇൻ്റഗ്രൽ സി ടു ഡി നോം ബീറ്റ ഡോട്ട് ഓഫ് ടി ഡി ടി ആണ്. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ ഇൻ്റഗ്രൽ സി ടു ഡി നോം ആൽഫ ഡോട്ട് ഓഫ് എച്ച് ഓഫ് ടി എച്ച് ഡാഷ് ഓഫ് ടി ഡി ടി എന്ന് വരും. പുട്ട് യു ഈസ് ഈക്വൽ ടു എച്ച് ഓഫ് ടി, അങ്ങനെയാണെങ്കിൽ ഡി യു ബൈ ഡി ടി ഈസ് ഈക്വൽ ടു എച്ച് ഡാഷ് ഓഫ് ടി ആണ്. എച്ച് ഓഫ് സി ഈസ് ഈക്വൽ ടു എയും എച്ച് ഓഫ് ഡി ഈസ് ഈക്വൽ ടു ബി എന്നും നമ്മൾ ഇൻ്റഗ്രലിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ എന്ത് വരും? ഇൻ്റഗ്രൽ എ ടു ബി നോം ആൽഫ ഡോട്ട് ഓഫ് യു ഡി യു എന്ന് വരും, which is equal to L of alpha. So, L of beta is equal to L of alpha എന്ന് കിട്ടി. ഇനി സെക്കൻഡ് റിമാർക്ക്, if alpha is a unit speed curve, then for t1, t2 belongs to I with t1 less than t2, then integral t1 to t2 norm alpha dot of t dt is equal to integral t1 to t2 dt is equal to t2 minus t1 ആണ്. നോം ആൽഫ ഡോട്ട് ഓഫ് ടി എന്ന് പറയുന്നത് 1 ആണ്, കാരണം യൂണിറ്റ് സ്പീഡാണ് നമ്മളോട് പറഞ്ഞിട്ടുണ്ട്. അതായത് ആൽഫയുടെ ഏതെങ്കിലും ഒരു സിഗ്മെൻറ്റിൻ്റെ ലെങ്ത്ത് എന്ന് പറയുന്നത് എന്താണ്? ആ കറസ്പോണ്ടിങ് ഇൻ്റർവെല്ലിൻ്റെ ലെങ്ത് ആയിരിക്കും എന്നാണ് പറയുന്നത്. സോ യൂണിറ്റ് സ്പീഡ് കർവ്സ് ആർ ഓഫൻ സാഡ് ടു ബി ദ പാരാമീറ്ററൈസ്ഡ് ബൈ ആർക്ക് ലെങ്ത്. ദാറ്റ്സ് ഓൾ. താങ്ക് യു.